ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, അവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിധിന്യായങ്ങളുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്, ഹദീസിലുണ്ട്. രണ്ടുപേരും നബിമാരാണ്, രണ്ടുപേരും രാജാക്കന്മാരാണ് അലൈഹിമുസ്സലാം. അതിൽ രസകരമായൊരു ചരിത്രം നമ്മൾ കേട്ടതാണ്. രണ്ട് പെണ്ണുങ്ങൾ വന്ന് അവർ യാത്ര പോകുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ ഒരു മൃഗം, ഒരു ചെന്നായോ മറ്റോ കടിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. കണ്ടാവില്ല, പണ്ട് പാർക്കിലൊക്കെ പോകുമ്പം പാർക്കിൽ നിന്നൊക്കെ പണ്ട് കാണാൻ വേണ്ടി സൈറ്റ് സീയിങ്ങിന് ഓപ്പൺ വണ്ടിയിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്തൊരു കുഞ്ഞിനെ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട കുഞ്ഞിനെ കടുവ കടിച്ചു കൊണ്ടുപോയ. അതിനുശേഷം പിന്നെ ഈ പ്രൊട്ടക്റ്റഡ് ആയി കൊണ്ടുകൊടുക്കാനൊക്കെ തുടങ്ങി. നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചൊരു, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എന്തോ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു, ജ്യേഷ്ഠത്തെയും അനിയത്തിയും എന്ന് പറഞ്ഞിട്ട് മുതിർന്നൊരു പെണ്ണും ഒരു പ്രായം കുറഞ്ഞ പെണ്ണും രണ്ടുപേരും വന്ന് ഒരു കുട്ടിയുള്ളത്. രണ്ടാളും പറഞ്ഞു ഇതെൻ്റെ കുട്ടിയാണ്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് വിധി പറയാൻ വേണ്ടി വന്നു. രണ്ടാളും കരയുന്നുണ്ട്, എൻ്റെ കുട്ടി പോയി, എനിക്ക് എൻ്റെ കുട്ടീനെ കിട്ടണം, അങ്ങനെ. ദാവൂദ് നബി അലൈഹി ഇസ്ലാം മുതിർന്നവൾക്ക്, അവളും ഭയങ്കര കരച്ചിലാണ്, മുതിർന്നവൾക്ക് കുട്ടീനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഈ വിഷയം അറിയണം. മകനാണല്ലോ, പാപ്പ എനിക്ക് ഈ വിഷയത്തിലൊന്ന് ഇടപെടാൻ അങ്ങ് സമ്മതിക്കുമോ ചോദിച്ചു. ആയിക്കോട്ടെ മോനെ അഭിപ്രായം എന്താണ്? മോൻ പറഞ്ഞു, വാപ്പ രണ്ടുപേരും നിർത്തി, വാപ്പ രണ്ടുപേരും എൻ്റെ കുട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ കുട്ടീനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു കത്തി കൊണ്ടുവന്നിട്ട് രണ്ട് ഹാഫാക്കിയിട്ട് ഒരാൾക്ക് പകുതിയും കൊടുക്കാം. അപ്പോൾ ഇളയവളായ പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് ചെയ്യണ്ട, അവൾക്ക് കൊടുത്താൽ മതി കുട്ടിയെ. പറഞ്ഞു, ഇവളാണ് യഥാർത്ഥ ഉമ്മ എന്ന് മനസ്സിലായി. അപ്പോൾ ആ കുട്ടിയെ പിന്നെ ഇളയവൾക്കാണ് കൊടുത്തത്. കാരണം ഉമ്മയുടെ സ്നേഹമാണ് അവിടെ പുറത്തു വന്നിൻ്റെ കുട്ടീനെ കൊല്ലരുതേ. സുബ്ഹാനല്ലാഹ്, ഹിക്മത്താണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ. ഖുർആൻ ഉദ്ധരിച്ച മറ്റൊരു സംഭവമാണ്, ഒരാളുടെ ആട്ടിൻപറ്റം വേറൊരാളുടെ കൃഷിയിലേക്ക് കടന്നു വന്നിട്ട് ഇത് നഫശത് ഫീഹി ഗനമുൽ ഖൗം, അവിടെ കൃഷിയാകെ നശിപ്പിച്ചു. അപ്പോൾ കൃഷിയുടെ ആള് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ഒന്ന് പരാതി പറയും, ദാവൂദ് നബിയെ ഇന്ന ആളുടെ ആട്ടുംകൂട്ടം വന്നിട്ട് എൻ്റെ കൃഷി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം? സയ്യിദുനാ ദാവൂദ് അലൈഹി ഇസ്ലാം ആലോചനകൾക്ക് ശേഷം മഹാനവറുകൾ വിധി പറയാൻ, എന്നാൽ പിന്നെ ഈ ആടുകളെ ഈ കൃഷിക്കാരന് കൊടുത്തേക്കണം. അയാളുടെ കൃഷി നശിച്ചു പോയില്ലേ, നശിപ്പിച്ചത് ഈ ആടുകളാണ്, അവർ ആ ടെറിട്ടറി ബ്രേക്ക് ചെയ്ത് കടന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ആടുകളെ മൊത്തം കൃഷിക്കാരന് കൊടുത്തേക്കണം. അപ്പോഴും സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാം ഖുർആൻ പറഞ്ഞു, ലഖദ് ആതൈനാ സുലൈമാനൽ ഹിക്മ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് നാം തത്വജ്ഞാനം കൊടുത്തിട്ട് ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ഉപ്പ ഞാനൊന്ന് വിധി പറഞ്ഞോട്ടെ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറയും മോനെ. പറഞ്ഞു, കൃഷിയുടെ ഉടമക്കാണ് നഷ്ടം സംഭവിച്ചത്, നശിപ്പിച്ചത് ആട്ടിൻപറ്റങ്ങളുടെ ഉടമയാണ്. അതുകൊണ്ട് ആ ആട്ടിൻപറ്റത്തെ കൃഷിയുടെ ഉടമക്ക് ഉപകാരത്തിനായി കൊടുക്കുക. അയാൾ അതിൻ്റെ പാലും അതിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കൃഷിയുടെ ഉടമസ്ഥൻ. ഈ നശിപ്പിച്ച ആടിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യണം, ഈ കൃഷിയിടം നന്നാക്കിയെടുക്കണം. പഴയ പോലെ കൃഷിയോഗ്യമായി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുവരേക്കും എത്ര കാലമാണോ സമയം എടുക്കുന്നത്, ആ സമയം വരെ അയാൾ ഈ കൃഷിഭൂമിയിൽ വർക്ക് ചെയ്യുക. അത് റെഡിയായി കഴിഞ്ഞാൽ തൻ്റെ ആടുകളെ അയാൾക്ക് തിരിച്ചു വാങ്ങിക്കാം, തോട്ടത്തിനുടമക്ക് അതുമാവാം. ഇങ്ങനൊരു അത്ഭുതകരമായ വിധി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം വിധിച്ചു. ഖുർആൻ തന്നെ പറഞ്ഞു, ഉപ്പയും മോനുമാണവർ, പക്ഷേ കൃത്യമായ ആഴത്തിൽ ചിന്തിച്ച് ചെയ്യേണ്ട രീതിയിലുള്ള ചില ഹിക്മത്തുകൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു നൽകി ആദരിച്ചു എന്ന് ഖുർആൻ തന്നെ പറയാണ്. ഹിക്മത്ത് വേണം, തത്വജ്ഞാനം വേണം, അറിവ് വേണം, അള്ളാഹുവിനെ പറ്റി ഭയം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും.